വ്യക്തി, സമൂഹം, തദ്ദേശ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, മറ്റെല്ലാ സംവിധാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, മാധ്യമങ്ങൾ, ഇങ്ങനെ എല്ലാവർക്കും ഉള്ളതും എല്ലാവരും ഒരുമിച്ച് മറ്റ് ഭിന്നതകൾക്കതീതമായി പ്രവർത്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണിത്. ഞാനിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിങ്ങളോട് തന്നെ ഇത് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമല്ല. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ്. എല്ലാവർക്കും, ഓരോ വ്യക്തിക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. പാമയഴഞ്ചാൻ തോടിൽ ഒരു ദുരന്തമുണ്ടായാൽ, എവിടെ, റെയിൽവേയുടെ ഭൂമിയിലാവട്ടെ അപ്പുറത്താവട്ടെ, എവിടെ ഉണ്ടായാലും അതിൽ ഓരോ വ്യക്തിക്കും കുറ്റബോധത്തിന് ഉണ്ടാവേണ്ട കാര്യമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓരോരുത്തർക്കും. മാലിന്യം ശൂന്യാകാശത്തു നിന്ന് വന്നതൊന്നുമല്ല. അപ്പോൾ ആ നിലയിൽ നമ്മളിതിനെ കാണേണ്ടതാണ്. ഇവിടെ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എല്ലാവർക്കും മാലിന്യം എന്ന പ്രശ്നത്തെ പരിഹരിക്കുന്നതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ജോയിയുടെ മരണത്തിന് ഇടയാക്കിയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, വന്ന ഒരു പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ പഴിചാരിയല്ല. റെയിൽവേയുടെ ഭൂമിയിൽ കോർപ്പറേഷനോ സർക്കാരിനോ നേരിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു തവണ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം റെയിൽവേ നിലപാട് കർക്കശമാക്കി. റെയിൽവേ ആക്റ്റാണ് പിന്നീട് ചെയ്യുന്നത് തടയാൻ റെയിൽവേ ഉപയോഗിച്ചത്. റെയിൽവേ ആക്റ്റിൽ പറയുന്ന വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. റെയിൽവേ ഭൂമിയിൽ മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ സീവേജിൻ്റെ പരിപാലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റൊരു ഏജൻസിക്കും ചെയ്യാനാവില്ല. മറ്റൊരു നിയമത്തിലും എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് റെയിൽവേക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് റെയിൽവേ ആക്റ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ ആക്ട് ഉപയോഗിച്ചാണ് റെയിൽവേ കോർപ്പറേഷനെ അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളെയൊക്കെ തടഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരത്ത് മാത്രം പ്രശ്നമല്ല, മറ്റെവിടെയും ഇത് ചെയ്യാൻ പറ്റില്ല. ആ ഘട്ടത്തിൽ എന്താണ് സർക്കാരിനും തദ്ദേശ സ്ഥാപനത്തിനും ചെയ്യാൻ പറ്റുക? റെയിൽവേയുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ഇടപെടലാണ്. ഉത്തരവാദിത്വം റെയിൽവേയുടേതാണെന്ന് റെയിൽവേയും സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേ തന്നെ 2011 ഇറക്കിയ സർക്കുലർ, റെയിൽവേ മന്ത്രാലയത്തിൻ്റെ സർക്കുലർ എൻ്റെ കൈവശമുണ്ട്. ആ സർക്കുലറിൽ 2011 തന്നെ റെയിൽവേ പറഞ്ഞിട്ടുണ്ട്, മാലിന്യ സംസ്കരണം റെയിൽവേയുടെ ഉത്തരവാദിത്വമാണ് എന്ന് വിശദമായി. ആ സർക്കുലറിൽ പോയിന്റ് 6, പോയിന്റ് 7 ഒക്കെ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നതാണ്. അപ്പോൾ റെയിൽവേ തന്നെ അംഗീകരിക്കുന്ന കാര്യം ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് റെയിൽവേ അംഗീകരിക്കുകയാണ്. അത് ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ട്.